ഇനി നമുക്ക് കുരുവി ഒന്ന് കാണണമല്ലോടാ. അണ്ണ നമ്മള് അണ്ണന്റെ അണ്ണന്റെ ഫ്രണ്ടാ. അണ്ണന്റെ ഫ്രണ്ടാ. ദർശനേ ഇതല്ലേ മറ്റേ അപ്പാപ്പൻ പറഞ്ഞൊരു സാധനം ഉണ്ടെന്നൊരു ഓപ്പറേഷൻ. ഈ സാധനം അത് ഓപ്പറേഷൻ വേറെ. അത് ഓപ്പറേഷൻ. ആ കുട്ടി പറയൂ കുട്ടി, എന്തൊക്കെയുണ്ട്, സുഖമാണോ? അതൊന്നും ഇങ്ങനെ ആ പിന്നെ എന്ത് സംസാരിക്കണ്ടേ, വല്ല വേണ്ടി സംസാരിക്കും. ആ പിന്നെ കഴിച്ചോ? ഫുഡ് കഴിച്ചല്ലേ? അതെ 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 വാസുണ്ട് ചേട്ടൻ. അതെ 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 ചേട്ടനും അച്ഛനായിട്ടെല്ലാം വരും. ആ ചേട്ടനും അച്ഛനും അപ്പൂപ്പനായിട്ടെല്ലാം വരും. എന്റെ എല്ലാം ഓളിനോടാണ്. മൊത്തം പിള്ളേരുടെ അച്ഛനായിട്ട് വരും ഞാൻ. ഭയങ്കര പാടാണ് ഇത് മൊത്തം ഇങ്ങനെ പാടാണ്. ഇത്രയും പേരെയൊക്കെ നോക്കിക്കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടിക്ക് അച്ഛനില്ലേ? കുട്ടിയുടെ അച്ഛനും കൂടെ ആണോ? ഇല്ല, അവൾക്ക് 10 തന്തയുണ്ട്. പിന്നെ എന്റെ അപ്പൂക്കുട്ട ഇവനുണ്ടല്ലോ മറ്റേ ഒഴുകി വന്നതല്ലേ അതിന്റെ കുട്ടി പറയാൻ വന്നത് പറഞ്ഞു. കുട്ടി ഇവൻ ഒഴുകി വന്നതിന്റെ പ്രശ്നമാണ്. നീ എനിക്ക് തന്നില്ല. എടാ അപ്പൂക്കുട്ട, നിനക്ക് അച്ഛനുണ്ടോ ഇല്ലയോ എന്നാണോ ഇവിടുത്തെ പ്രശ്നം? കുട്ടി സംസാരിക്കൂ കുട്ടി. അല്ല അണ്ണ എങ്ങനെയാണ് ഇവരെല്ലാരെയും മാനേജ് ചെയ്യുന്നത്? ഇത്ര പേരെ എനിക്കൊരു ആപ്ലിക്കേഷൻ അല്ല പിന്നെ ഞാൻ എന്തുവാ പറയണ്ടേ? ഇവരൊക്കെ മാനേജ് ചെയ്യുന്ന ചുമ്മാ അങ്ങ് നടക്കുവോ? ഇവന്മാരൊക്കെ പോകുന്ന പോലെ പോവും. പിന്നെ ഇടയ്ക്ക് വെച്ച് പിടിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ വരും, അങ്ങ് പിടിക്കും. മനസ്സിലായോ? കൊറേ പേരെ പിടിച്ചു ഞാൻ. പിടിച്ചല്ലേ? ഇവന്മാർക്ക് ഈ പെണ്ണെന്ന് പറയുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ വാസുമോനെ കണ്ടുപിടിക്കണം. കണ്ടോടാ കണ്ടോ, ഒരു കുട്ടി അവനെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ അവൻ എത്രത്തോളം നല്ലതായിരിക്കും. അവനാണെങ്കിൽ ഈ അണ്ടിക്കച്ചവടവും പിന്നെ അവന് പണ്ട് 2-3 അവിഹിതമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ പോട്ടെന്നങ്ങ് വെച്ച്. മനുഷ്യനല്ലേ. സത്യം ഇവരെയൊക്കെ എത്ര കാര്യമായിട്ടാ നോക്കുന്നത്. സിറ്റി മുഴുവനും അറിയാം. സിറ്റി മുഴുവനും അറിയാം. അല്ല കുട്ടി എന്തിനു സംസാരിക്കാൻ വന്നേ? പറ. ചുമ്മാ പരിചയപ്പെടാൻ. മക്കളെ ഒരു മിനിറ്റ് മനസ്സിലായി. സിനിമയിലൊക്കെ അഭിനയിച്ച് നിന്ന് ഇതൊന്ന് വഴി മാറി തരുമോ എന്റെ പൊന്നു പിള്ളേരെ? നിങ്ങൾ ഞാൻ അപ്പുറത്തോട്ടൊന്ന് ഒന്നും വിചാരിക്കല്ലേ ഞാൻ എണ്ണിക്കണ്ടേ. തിരിഞ്ഞിരിക്കണോ? അങ്ങോട്ട് തിരിഞ്ഞിട്ട് വയറൊക്കെ മുട്ടുന്നടേ. അന്നെന്താ സാമാനം പൊത്തി പിടിച്ചേക്കണേ ഇങ്ങനെ? പിന്നെ നീയൊക്കെ പിന്നെ എന്തോ പിടിച്ചേക്കുന്നേ? ഒരു സിഗരറ്റ് ഒന്നും വലിക്കത്തില്ല നിങ്ങളുടെ മുമ്പ്. എന്നാലും അപ്പം കുട്ടി പറയൂ. സിഗരറ്റ് ഒന്നും വലിക്കല്ലേ കേട്ടോ. കുട്ടി പറയൂ കുട്ടി. ഇത്ര നാൾ എവിടെയായിരുന്നു? കുട്ടി പറ കുട്ടി. അല്ല ഇത്രയും നാള് ഇവിടെ കണ്ടില്ലല്ലോ. എവിടെ ആയിരുന്നു? ഇത്ര നാള് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കാണുന്നേ? അതെ അതാണ് ശരിയാണ്. അതാണ് കാണാന്. ഇനിയിപ്പോ എന്നാ തിരിച്ചു ഞാൻ പോകുന്നില്ലേ? അതല്ലേ ഇവിടുത്തെ ഇത് ശരിയാവുന്നില്ലടാ. ഇത് കണക്കൊന്നും ശരിയാവുന്നില്ലടാ. വന്നോടനെ പോണം. അയ്യോ അല്ല, ഈ തിരിച്ചു പോണുണ്ടോന്ന് ചോദിക്കാൻ. പൊന്നു മോളെ തിരിച്ചു പോണോന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ മനസ്സങ്ങോട്ട് പറയുന്നു പോണ്ട. നിങ്ങളൊക്കെ സ്നേഹം കാരണം പോകണ്ടെന്ന് വിചാരിച്ചല്ലേ? ദേവക്കുട്ടി തങ്കനെ വിളിച്ചേ. ഈ പെണ്ണുമ്പിള്ള എന്തേലും ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞ അപ്പൊ ചന്തിക്കിഴിന്ന് ഫോൺ എടുത്തിട്ട് കുത്തും. തൊട്ടപ്പുറത്തിരിക്കുന്ന തങ്കനെ വിളിക്കാനാ പറഞ്ഞേ. ചുവന്ന ഷർട്ട്. എന്നിട്ട് കഴിഞ്ഞ
ഹലോ തങ്കനല്ലേ? തന്തയാണോ? അല്ല, മൂച്ചി. തങ്ങനല്ല കേട്ടോ, തങ്ങനല്ല. അവനെ എങ്ങനെ കണ്ടാലേ അറിഞ്ഞില്ല, അറിയില്ല, നേരത്തെ ഏതൊരു പിശാചിയുടെ വന്നേനെ look. തങ്കൻ. അതല്ല, വേറെ ആളായിരുന്നു. അപ്പം തങ്ങനല്ല, ദേവിക്കുട്ടി തമ്പാന്ന് ചോദിച്ചു. തമ്പാൻ 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 തമ്പാനാണോ? തമ്പാക്കുണ്ടോന്ന് ചോദിക്കല്ലേ? അണ്ണു 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 തമ്പാനല്ല. അയ്യേല് ഒരു സിഗരറ്റ് ഓപ്ഷൻ ബി തമ്പാൻ. തെറ്റാണ്. എന്ത് ശരിക്കുള്ള പേര് ചോദിക്കുന്നെങ്കിൽ അതല്ലേ നല്ലേ? അപ്പൊ ദേവിക്കുട്ടി ദേവിക്കുട്ടി അല്ല, ഓ, എന്റെ പേരെന്തുവാ? മീനാക്ഷി. ഓ മീനാക്ഷി അല്ല, എന്റെ പേര് ദർശന. ദർശന. ദർശനം. ഞാൻ പോണം 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 എന്നും പറഞ്ഞ് എന്ത് വേണം ഈ ദേവിക്കുട്ടി ഇടക്കിടക്ക് എന്തോ ദേവിക്കുട്ടി പറഞ്ഞ് കേട്ടില്ല. അന്നന്റെ ദർശനന്റെ ഫ്രണ്ട് ദർശനം. അപ്പം കുട്ടി ഇത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോണം പോണെന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പോണ്ടാന്ന്. മനസ്സിലായോ? ഞാനിങ്ങനെ നിക്കുവാണ്. എന്തിനായി പോയിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല പോയിട്ട്. മനസ്സിലായോ? കുട്ടിക്ക് എന്തിനു പറയാൻ വന്നേ? എങ്ങനെ വാസുവായിട്ട് ബന്ധം? അയ്യോ എനിക്ക് ബന്ധമൊന്നുമില്ല. ഭയങ്കര ബന്ധല്ലേ? ഭയങ്കര ബന്ധാ. ഇവര് കുത്തി സംസാരിക്കുന്നത് ശരിയാവുന്നില്ലല്ലോടാ. എനിക്ക് പരിചയം, എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. എന്റെ അച്ഛനൊന്നുമല്ല. മീൻകാരൻ മറ്റേ ചെങ്ങായാണ്. ശിവനാണത്. എടാ ആ പുള്ളിയുടെ പേര് എന്റെ സുഖു ഏതാണ്ടാ. നീ വെറുതെ അനാവശ്യം പറഞ്ഞു നടക്കരുത്. എടാ ഇത് ഞാൻ ഈ കുട്ടി എടുത്തൊന്ന് സംസാരിച്ച് കേട്ടിരിക്കുമ്പോ ഇത് എന്തുവാടാ ഈ അപ്പുക്കുട്ടനൊക്കെ എവിടെ ഇറങ്ങി പോന്നേ? ദർശന മോളെ ഇങ്ങോട്ട് അടുത്ത് വരും. അപ്പം എന്തുകൊണ്ട് എന്ത് സംസാരിക്കാൻ വന്നേ? ഈ കുട്ടീനെ മറന്നു. സൗണ്ട് കുറവാണ് ഇതെന്താടാ ഈ കുട്ടി പറയാത്തെ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇവരെല്ലാരും നല്ല പിള്ളേരല്ലേ? പിന്നെ ടൂറൊക്കെ പോയി ഒന്ന് കറങ്ങി എന്റെ പൊന്നെ മോളെ ടൂറ് പോയി ഇനി ആണെങ്കിൽ അപ്പാപ്പന്റെ അടുക്കളയും കൂടെ ഉള്ളു പോവാൻ. ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയി. പറ അണ്ണു ഇയാളുടെ വിഷമം കേക്കണം. എന്തുവാടാ ഇനി അടുത്തത്? എന്തുവാ മോന്റെ പേര്? മോനല്ല, അച്ഛനാ. അച്ഛൻ മോളുടെ. എന്റെ അച്ഛനൊന്നുമല്ല. എന്റെ ദർശന തന്ത മറ്റേ കടലിൽ മറ്റേ മത്തി കടിച്ചു പിടിച്ചാണ്. ഈ പുള്ളിയുടെ പേര് സുഖു എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോ ശിവനായോ? അത് കൊള്ളാലോ. ഇത് ആഴ്ച പേര് പറ്റുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. സുഖു പട്ടിമോനല്ല, എന്തിന്റെ പേരെന്തോ? മത്തിശിവ. ഞാൻ വരാം മത്തിശിവ. 2 മിനിറ്റ് ഞാൻ ഇതൊന്ന് കുട്ടിയോട് സംസാരിച്ചോട്ടെ. മത്തിശിവൻ ഇവിടെ ഇരിക്കൂ, തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കൂ. മത്തിശിവന്റെ പേരോട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ഓക്കെ എന്നല്ലേ പറഞ്ഞു. അപ്പൊ ദർശനെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി പോവാൻ സ്ഥലമൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ കൂടാന്ന് വെച്ചിരിക്കുക. ഇനി അറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് കത്തി പോയി. രക്ഷപ്പെട്ട്. എന്തിട്ട് സംസാരിക്കണോന്ന് പോലും മനസ്സിലാതിരിക്കുവായിരുന്നു. പോയല്ലോടാ, സിറ്റി പോയല്ലോടാ. കത്തിയടാ. എന്ത് വാടാ ഇത്? ഇങ്ങോട്ട് ഞാനെ പിടിയാനെ. ഡീമൺ വന്നല്ലോടാ. കുരുവിയെ കൂട്ടി കയറ്റിയോ? എന്റെ അടുത്ത് സിറ്റിയിൽ എല്ലാരും പറഞ്ഞു നടക്കുന്നത് നീയും കുരുവിയായിട്ട്. അത് ഇന്നലെ എന്നോട് ഞാൻ അങ്ങോട്ടൊന്ന് ദർശന എന്ത്? ദർശന ദർശന എന്റെ ട്രീസേ എവിടാ? ട്രീസേ നീ ചേട്ടാ ഞാനൊരു നേരത്തെ വന്ന് ചേട്ടാന്ന് വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ലേ? അപ്പഴേ മനസ്സിലായിക്കൂടെ സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. എനിക്ക് നമ്പർ ഒന്ന് തരുമോ? ഞാൻ പോണേണത്. നമ്പർ പോണേണ നമ്പർ തരാം. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ്. എല്ലാത്തിലും ഞെക്കി വിട്ടോണ്ടോ? എല്ലാത്തിലും ഞെക്കി വിട്ട്. ഇത് എത്ര എണ്ണത്തിൽ ഞെക്കി? കിട്ടി. താര പറയൂ. താര ദർശന പറയൂ. പറയടാ. നിങ്ങൾ അറിഞ്ഞോ? മൂത്രത്തിൽ കല്ലാണ്.
അമ്പത്തൂരെ മൂത്രത്തിൽ കല്ലെന്ന് നമ്മളറിയാതെ ഇവരൊക്കെ എങ്ങനെയാണ് അറിയുന്നേ? നമ്മുടെ അടുത്ത് ആദ്യം പറയട്ടെ നീ നമ്മുടെ അടുത്ത് ആദ്യം പറയട്ടെ മൂത്രക്കല്ലാണ്. നീ എന്താ നമ്മുടെ അടുത്ത് പറയാ പട്ടികളെ അവനെ വിളിച്ചാടാ പെട്ടെന്ന് മുതുക്കത്തരം അവനെ മൂത്രത്തിൽ കല്ലാന്ന് പറഞ്ഞിട്ട് കണ്ട ബീച്ചിൽ അണ്ണൂനോട് പറയണ്ടേ, നീ കണ്ട പെമ്പിള്ളേരുടെ അടുത്ത് പോയി പറഞ്ഞല്ലേടാ. അവനെ വിളിയടാ, നീലനെ വിളിയടാ, നീലനെ വിളിയടാ. നീലൻ ഇപ്പൊ വരും. എന്നിട്ട് മൂത്രത്തിൽ കല്ലാന്ന് പറഞ്ഞിട്ട് കല്ലിന്റെ അളവൊക്കെ പറഞ്ഞോ? നീലിപ്പോ വരുടാ. അല്ല പിന്നെ കല്ലിന്റെ അളവ് മൂത്രത്തിൽ കല്ല് ഇപ്പൊ വലിയ കാര്യമുള്ള കാര്യമാണോ? പണ്ട് അപ്പാപ്പനൊരു മൂത്രത്തിൽ കല്ല് വന്നായിരുന്നു എന്റെ പൊന്നു മോനെ, അറിയാവോ എന്റെ കഥ? ഇല്ല. ഈ അപ്പാപ്പനും സുമതിയമ്മയും കൂടെ ഒരു ലിവിങ് ടുഗദർ ആയിരുന്നു, മനസ്സിലായോ? അപ്പാപ്പൻ പണ്ടേ വെള്ളം കുടിക്കുന്നില്ല. എടാ നീയൊക്കെ കേൾക്കുന്നുണ്ട്? ഞാൻ ആർക്കെ കഥ പറഞ്ഞു പിന്നെ എടാ പിള്ളേര് കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്, നിങ്ങൾ കേട്ടാലും കേട്ടില്ല ഒന്നുമില്ല. നിങ്ങളോട് നിന്നോ കേട്ടോ, അപ്പാപ്പന്റെ കഥയില്ലയോ? പിന്നെ കേവിയുടെ അപ്പാപ്പന്റെ കല്ലിന്റെ കാര്യം എല്ലായിടത്തും പറഞ്ഞു നടക്കുന്ന പറ്റിയ കാര്യമാണോ? എന്നിട്ട് പള്ളിക്കാരനും സുമതിയമ്മയും കൂടി ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഈ എപ്പോഴും വഴക്കാണ് ഇവർ രണ്ടുപേരും തമ്മി. അങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ അപ്പാപ്പൻ വെള്ളം കുടിക്കത്തില്ല, ആരും കഴിക്കത്തില്ല. അങ്ങനെ ആയി ഒരു ദിവസം അപ്പാപ്പന് കല്ല് വന്നു. കല്ല് വന്നാ അറിയാലോ വേദന. ഇല്ല. പിന്നെ അപ്പാപ്പൻ മാറി കിടക്കാൻ തുടങ്ങി, മനസ്സിലായോ? പകരൂന്നല്ലടാ, വേദന സഹിക്കണ്ടേ? അറിയുമല്ലോ സുമതിയമ്മായി. പിന്നെ അപ്പാപ്പനാണെങ്കിൽ ഒന്നും നോക്കാതെ മറ്റേ ജോണി മാമനെ വിളിച്ച് കൂടെ കിടക്കാനല്ലടാവേ, കല്ലിന്റെ കാര്യം പറയാൻ. ഇത് എനിക്ക് കൈ വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. അയാളുടെ കല്ല് എന്തൊരു വലിയ കല്ല്, ഞാൻ അതുപോലൊരു കല്ല് കണ്ടിട്ടില്ല പറഞ്ഞ. ആ കല്ല് ഓപ്പറേഷൻ ചെയ്തെടുത്ത കല്ല്. നമ്മളവിടെ വന്നായിരുന്നു ബാർലി മേടിച്ചോണ്ടിരുന്നേ, നമ്മുടെ ഗാങ് ഹൗസിൽ. നമ്മള് തമ്മി അടിയൊക്കെ ആണെങ്കിലും ബാർലി കൊടുക്കും, മനസ്സിലായോ? കൂടെ അപ്പുറത്തുള്ളടത്തിന്റെ മൂത്രത്തിൽ കല്ല് പോയാലേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളവനെ. മൂത്രത്തിൽ കല്ലടിച്ചാലും അതിന് പേര് കിട്ടും അല്ലെങ്കിൽ, മനസ്സിലായോ? അപ്പൊ അത് മാറാൻ വേണ്ടി നമ്മള് ബാർലിയെ കൊടുത്ത് അവസാനം ഓപ്പറേഷൻ ചെയ്ത് എടുത്ത്. എന്തൊരു വലിയ കല്ലായിരുന്നടാ അത്. അത്രയും വലിയ കല്ല് ഞാൻ കണ്ടിട്ടില്ല. കൺഫേം ചെയ്തോട്ടെ, കല്ല് തന്നെയല്ലേ? പെമ്പിള്ളേർ വേണ്ടിയിരിക്കുന്ന സമയത്ത് പോക്കതരം പറയല്ലേ. കല്ല്. ദർശന ദർശന ബാക്കി പറഞ്ഞില്ല. ദർശന പറ. ഇനി കാണാത്ത സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേൾഡിലോട്ട്. ഈ കൊച്ചിന് എന്നെ അങ്ങ് പറഞ്ഞു വിടാനാണ്. നമ്മളില് അണ്ണനെ പോവാൻ സമ്മതിക്കത്തില്ല. പിള്ളേരെ ആരും വിടുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, വന്നിട്ട് അങ്ങ് പോണോന്നായിരുന്നു. പക്ഷെ പിള്ളേരുടെ സ്നേഹം, എസ്പെഷ്യലി വില്ലുമോന്റെ സ്നേഹം, വില്ലുമോന്റെ സ്നേഹം, മന്ദാരത്തിന്റെ സ്നേഹം, ഡീമന്റെ സ്നേഹം. ഫ്രണ്ട് വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളല്ലോ. സ്റ്റാനിന്റെ സ്നേഹം, എത്ര പേരുടെ സ്നേഹം ഉണ്ടെന്ന് അറിയാവോ? ആരും വിടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാണ് ഇവിടെ അങ്ങ് കൂടാ. ഇതാകുമ്പോ വലിയ പരിപാടിയൊന്നുമില്ല. ദർശനക്ക് എന്തോ പറഞ്ഞു വിടാനുള്ള ഒരു ബുദ്ധി ഉണ്ടല്ലോ. ഇനി എങ്ങാനും ദർശനയ്ക്ക് അതിൽ ഇഷ്ടമൊക്കെ എന്തെങ്കിലും ആണോ? ദർശനെ പിന്നെ നമ്മുടെ പക്ഷെ വാസുവിനെ കുറിച്ച് എന്തോ അഭിപ്രായം? അവന് കാട ക്ലീൻ ആയിരിക്കുമല്ലോ അവൻ. പിന്നെ വാസവണ്ണൻ വെച്ച് കഴിഞ്ഞാ വാസവണ്ണൻ സിറ്റിയിലത് ഒരു പെമ്പിളാറെ നോക്കത്തില്ലല്ലോ. നോക്കത്തില്ല, അവനെ അങ്ങനെയല്ലേ നമ്മള് വളർത്തി. പിന്നെ എനിക്ക് നാളൊരു എന്നെ കുറച്ചേരം തട്ടിക്കൊണ്ട് പോയപ്പോ വാസവണ്ണൻ കേട്ടോ വന്ന് രക്ഷിച്ചതൊക്കെ. എന്തിന്റെ ആവശ്യത്തിലാണ്? അയ്യോ നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്ട് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ കണ്ടവരൊന്നും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ഒറ്റ പെണ്ണിനെ മാത്രമേ നമ്മൾ തട്ടിക്കൊണ്ടുപോയാൽ നമ്മൾ നേരിട്ടിട്ടുള്ളൂ. ആരാന്നറിയാവോ? സുമതി അമ്മായി. നമ്മൾ അറിഞ്ചം പുറഞ്ചം നേരിട്ടിട്ടുണ്ട്.
പിന്നെ സുമതയമ്മയെ തൊട്ട് കളിച്ച ഒരുത്തരും ഗ്യാങ്ങിൽ തൊടത്തില്ലായിരുന്നല്ലോ വേറൊരു ഗ്യാങ്ങില്. തൊട്ട അപ്പം ഇറങ്ങത്തില്ലേ നമ്മള്, എസ്പെഷ്യലി അപ്പാപ്പൻ കേട്ടോ. അപ്പാപ്പൻ്റെ കൂടെ നമ്മളും ഇറങ്ങും. പിന്നെ ഉണ്ടായിരുന്ന അമ്മുക്കുട്ടിയാ, പക്ഷെ അമ്മുക്കുട്ടി അങ്ങ് പോയെന്നേ. എങ്ങോട്ടോ പോയി, ഇങ്ങോട്ടോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്തുവാ. അപ്പം കുട്ടി തട്ടിക്കൊണ്ട് പോകുന്ന വാസു വന്നെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചോ നീ അത്? പിന്നെ നമ്മള് വിശ്വസിച്ചോ കേട്ടോ. അപ്പം പിന്നെ അതൊരു ഹെൽപ്പ് ചെയ്തതാ, ഹെൽപ്പ്. എടാ ഞാൻ നിന്റെ ഒരു കുരുവില്ലെന്നോ. നമസ്കാരം. എടാ ഒരു മിനിറ്റ് കൈ കൂപ്പിയാടാ നമസ്കാരം കൊടുക്കുന്നത്. കാര്യം എടുക്കുന്നത് അത് അണ്ണൂരോടുള്ള ഗുരുത്വം. അണ്ണു പോലീസ് എന്നെ ഇത് ചെയ്ത് സെർച്ച് ചെയ്യാൻ വന്നപ്പോ മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞാൽ മാറി തട്ടി ഉമ്മാര് പോകുന്നില്ല. അപ്പൊ കയ്യിലെ ഗണ്ണ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു മണിക്കൂർ ശൂശി ഒഴിച്ച് പെൺകുട്ടികൾ അപ്പൊ ശൂശി ഒഴിച്ചിടുന്നപ്പോ ഒരു ഡോക്ടർ വന്നിട്ട് എത്തി നോക്കിയിട്ട് പറഞ്ഞു, സാറ് ഒന്ന് മാറിക്കോ, ഗൾഫ് ഒന്ന് മാറിക്കോ പ്ലീസ്. പക്ഷെ അവരാണ് നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞത് കേട്ടോ, പിടിച്ച് താങ്ങി തരണോന്ന് ഒരു ഡോക്ടർ ചോദിച്ചോണ്ടാ. ഞാൻ പറഞ്ഞു എന്നിട്ട് സാറ് എന്നിട്ട് പറയാ ഒരു ഈക്കിലിട്ട് ഫ്രണ്ടിൽ കൂടെ ഇട്ട് ബാക്കിൽ കൂടെ എടുക്കണോന്നൊക്കെ. അണ്ണു ഞാൻ നിന്നോട്ടില്ല, ഞാൻ വലിഞ്ഞ്. അവന്മാർക്ക് എന്തോ പ്രശ്നം ഉണ്ടോ, ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡ് നല്ല അല്ലട്ടോ, അതുകൊണ്ടാണ് മൂത്രത്തെ കല്ലാന്ന്. എടാ ആലിസ അവള് പറഞ്ഞു നടക്കുവാടാ, പാട്ടാക്കി. അവക്ക് ഇതാ ജോലി. ഞാൻ നിന്നെ വിളിച്ചു നീ തന്നെ പോലീസുകാര് ഇതാക്കാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞേ? അണ്ണ പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ നടത്തിയൊരു പൊറാട്ട നാടകമായിരുന്നു, അല്ലാതെ എനിക്ക് ഒരു കുരുവില്ല. എടാ നാടകം നിങ്ങളൊക്കെ വിശ്വസിക്കും. നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ ഫസ്റ്റ് പറയാം എനിക്ക് എന്തെങ്കിലും കുരു ഉണ്ടെങ്കിൽ. കണ്ട പെണ്ണുങ്ങൾ ആദ്യം ഞങ്ങളടുത്ത് പറഞ്ഞു. അല്ല കാര്യം പറഞ്ഞാളിയാ. എടാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോ അവര് എന്റെ കൂടെ ഉണ്ടായിരുന്നു, മനസ്സിലായ? ഞാൻ വേണേ നിനക്ക് കാണിച്ചു തരാം. യൂറിൻ ടെസ്റ്റ് മനസ്സിലായ? അണ്ണു പോയി കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. നിങ്ങള് പൈസയൊക്കെ തരാണ്ടായിരുന്നു, തന്നോ, കുഴപ്പമില്ല. അപ്പൊ ശരി, ഞാൻ വെള്ളം കുടിക്കാൻ. അപ്പൊ ഉണ്ടല്ലോ അപ്പൊ ശരിക്കും ദർശനയുടെ തന്ത എവിടെ ഇപ്പണ്ടാ? മത്തി ശിവൻ. അതെ, അമ്പത്തൂര് അമ്പത്തൂരിന് എല്ലാ ദിവസവും 12 ലിറ്റർ വെള്ളം കുടിക്കണത്. എവിടെ വന്നിട്ട് പറയാ അത്ര വേണം, 12 ലിറ്റർ വെള്ളം കഴിയണം, എന്നാൽ കല്ലി കൊടുത്തുള്ളന്ന്. ആ കെലി ജൂറും കെലിയും കൂടെ വന്നിട്ട് അവള് കല്ലിയാ, കെലിയല്ല. അവളെ ഒന്ന് വരട്ടണം, അവളോ ഇതെല്ലാം അവളെ വിളിക്കാം. ചന്തി കഴി കൊടുത്തു വിടാം. ദർശന പറ. ദർശന ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, സുഖമായിട്ട് സേഫ് ആയിട്ടിരുന്നാ മതി. ഞാൻ സുഖവും സേഫും ഒക്കെ തന്നെ, ഒരു കുഴപ്പമില്ല. പിന്നെ പിള്ളേര് കണ്ട ചുറ്റും നിക്കുവല്ലയോ. എടാ ഈ നീലൻ എന്ത് ചെയ്യടാ? നീലൻ എന്തുവാടാ ഇവൻ? അന്റാർട്ടിക്കല്ലോ വരുന്നേ. അപ്പം ചൂടന്റെ ബ്രദറോ? ഏത് ചൂടൻ? ജൂഡിന്റെ ബ്രദറോ? ഓ, ജൂഡ് കുട്ടിയുടെ ബ്രദറാണ്. എടാ യൂഷ്വലി നമ്മുടെ ഗാങ്ങിലുള്ളമാരൊക്കെ ഒന്നും തന്ത കാണത്തില്ലല്ലോടാ, ഇതെന്തുവാ ഇത്? ഓ, ഈ മുണ്ട് കൊടുത്തു വന്നേക്കുന്ന നീലിനായിരിക്കും അല്ലേ? എടാ 1970 ജനിച്ച ഞാൻ വരെ ഇത്രയും ട്രെൻഡി ആയിട്ട് നടക്കുന്ന സമയത്ത് നീ ഇപ്പോഴും അതങ്ങ് വിശ്വസിച്ച് ഈ പെണ്ണുമ്പിള്ളയൊക്കെ. എന്റെ പൊന്നു ട്രീസേ, ഞാനൊന്നും പറഞ്ഞില്ല.